Hello everyone, this is Dr. Basil, Consultant Emergency Critical Care Physician, Samaritan Hospital. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഗ്രീൻ ടീ എന്ന മാജിക് ഡ്രിങ്കിനെ കുറിച്ച് എനിക്കറിയാവുന്ന അല്പം കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്ന് ഓർത്താം. ഗ്രീൻ ടീ പലപ്പോഴും പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, സാറേ ഗ്രീൻ ടീയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്രീൻ ടീയുടെ 7 മേജർ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. എന്തെല്ലാം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഗ്രീൻ ടീക്കുള്ളത്? ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്നുള്ളത് ഈ ഗ്രീൻ ടീയിൽ ഫ്ലേവനോയിഡ്സ് ഉണ്ട്, പോളിഫിനോൾസ് ഉണ്ട്, അതോടൊപ്പം തന്നെ വളരെയധികം ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. എന്താണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്? നമ്മുടെ വീട്ടിലൊക്കെ പൈപ്പ് ഉണ്ടല്ലേ, ഈ പൈപ്പിൽ മിക്കപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീൽ കോട്ടിംഗ് ഒക്കെ ആദ്യം ഉണ്ടെങ്കിലും കുറേ കഴിയുമ്പോൾ കോട്ടിംഗ് ഒക്കെ പോകും. ഈ കോട്ടിംഗ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് റസ് ഫോമേഷൻ ഉണ്ടാവും, തുരുമ്പുണ്ടാവും. അതുപോലെ നമ്മുടെ ശരീരത്ത് രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഇത് പയ്യെ നേരത്തെ പറഞ്ഞ തുരുമ്പിനെ പോലെ നമ്മുടെ ഉള്ളിലെ കോശങ്ങളുടെ രൂപങ്ങൾ പയ്യെ മാറ്റി തുടങ്ങും. സാധാരണ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ക്യാൻസർ സെൽസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമോ? ആ ക്യാൻസർ സെൽസിനെ നമ്മുടെ ശരീരം തന്നെ എല്ലാ ടൈമും മാറ്റിക്കളയുമെന്നും ശാസ്ത്രം പറയുന്നു. ഇതിന് പറയുന്ന പേരാണ് അപ്പോപ്റ്റോസിസ് അഥവാ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഈ ഒരു പ്രക്രിയ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ മടി പിടിക്കും, തുരുമ്പ് പിടിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരുന്നതിനുള്ള കാരണം. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? ഇതിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഗ്രീൻ ടീ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. എന്തൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ഗ്രീൻ ടീയിലുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഒന്നാമതായി ഗ്രീൻ ടീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞതുപോലെ അത് ക്യാൻസർ തടയുന്നതിന് കാരണമാണ്. ഗ്രീൻ ടീ കൊണ്ട് ഒരു ക്യാൻസറും പൂർണ്ണമായും മാറ്റാമെന്നല്ല പറയുന്നത്, ഇറ്റ് പ്രിവെൻസ്, അത് വരാതിരിക്കാൻ നമുക്ക് സഹായകരമാകും. 2, മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് വായുനാറ്റം. ചില ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു വായുനാറ്റം ഉണ്ടാകും. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ മൗത്തിലെ ഗമ്മിലെ ചില ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് ചില ബാഡ് സ്മെൽ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ നമ്മുടെ വായിലുള്ളത് കൊണ്ടും വളരെ റെയറായിട്ട് കിഡ്നിയുടെയും ലിവറിൻ്റെയൊക്കെ അസുഖങ്ങളുടെ ഭാഗമായും ഈ വായുനാറ്റം ഉണ്ടാകാം. ഇത് കുറയ്ക്കാനുള്ള വളരെ നല്ലൊരു എളുപ്പത്തിലുള്ളൊരു മാർഗമാണ് ഗ്രീൻ ടീ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് ഗ്രീൻ ടീ? ഗ്രീൻ ടീയിലെ കാറ്റക്കീൻസ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. ഈ കാറ്റക്കീൻസ് നമ്മുടെ വായിലെ ബാഡ് ബാക്ടീരിയാസിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ അങ്ങനെ വായുനാറ്റം അവോയ്ഡ് ചെയ്യാൻ ഗ്രീൻ ടീ സഹായിക്കും. 1, ക്യാൻസർ. 2, പറഞ്ഞോളൂ. 2 വായുനാറ്റം അകറ്റും. 3, ഇറ്റ് ഗീവ്സ് എ സ്റ്റേബിൾ എനർജി ആൻഡ് മൂഡ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഒരു സ്റ്റേബിൾ എനർജി കാലത്തോട്ട് വൈകുന്നേരം വരെ. കാലത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര കിക്കാണ്, പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും മടുത്ത് എങ്ങനെയെങ്കിലും പണിയൊക്കെ നിർത്തി വീട്ടിൽ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ പലരും. ഞാനും വിഭിന്നനല്ല. എങ്കിലും ഒരു സ്റ്റേബിൾ എനർജി കിട്ടാനായിട്ട് മിക്കപ്പോഴും നമ്മൾ കഫീൻ, കട്ടൻ ചായ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അടിക്കുമ്പോൾ പെട്ടെന്നൊരു ഹൈക്ക് കിട്ടും, ജിട്രി ഫീലിംഗ് വരും, നെഞ്ചിടിപ്പ് കൂടും, ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വളരെ സ്മൂത്താണ്, നമുക്കൊരു കിക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ഇറിറ്റബിലിറ്റി വരാത്തൊരു ശാന്തത എപ്പോഴും ഗ്രീൻ ടീക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ 3rd തിങ്, ഇതിന് മൈൻഡിന് ബെനിഫിറ്റ് ചെയ്യും. 4, ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ഹാർട്ട്. ദർ ആർ സർട്ടൻ സ്റ്റഡീസ്, ചില പഠനങ്ങൾ കാണിക്കുന്നു ഈ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് 3 or 4 ഗ്രീൻ ടീസ് ഒക്കെ വെച്ച് കുടിക്കുന്ന ആൾക്കാർക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ പേശികൾക്ക് ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് പ്രിവെൻറ്റ് ചെയ്യാനും ഗ്രീൻ ടീ സഹായിക്കും. 5, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫാറ്റ് ബേണിംഗ്. പെട്ടെന്ന് വയറിൻ്റെ കൊഴുപ്പൊക്കെ കുറയ്ക്കാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. പുതിയ പഠനങ്ങൾ ഇപ്രകാരം തെളിയിക്കുകയുണ്ടായി, ഈ കൊഴുപ്പിലേക്ക് കൊടുക്കുന്ന രക്തക്കുഴലുകൾ ഗ്രീൻ ടീ സ്ഥിരമായി കഴിക്കുന്നവരിലെ ആ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും കൊഴുപ്പിലേക്കുള്ള രക്തോട്ടം കുറയുകയും ചെയ്യുക. അപ്പോൾ കൊഴുപ്പിലേക്ക് രക്തോട്ടം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വയറിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് കിട്ടുന്നത്.
അപ്പോൾ വയറ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഗ്രീൻ ടീ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഓർമ്മശക്തി. അൽഷിമേഴ്സ്, പാർക്കിൻസോണിസം പോലെയുള്ള രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ ഒമേഗ 3 ഫാറ്റി ആസിഡിനെ പോലെ തന്നെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഗ്രീൻ ടീ. ഇതിലെ കാറ്റക്കിൻസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടും ഫ്ലേവനോയിഡ്സ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടും ആൻറ്റി ഓക്സിഡൻസും എല്ലാം നമുക്ക് ഓർമ്മശക്തി കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിരിക്കുവാനും അൽഷിമേഴ്സ്, പാർക്കിൻസോണിസം പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കുവാനും അല്ലെങ്കിൽ ഒരു പരിധിവരെ അത് അതിൻ്റെ വരുന്നതിൻ്റെ തോത് വൈകിപ്പിക്കുവാനും ഇത് സഹായിക്കും. ഏറ്റവും അവസാനം ഇസ് എ മോസ്റ്റ് എക്സൈറ്റിംഗ്. പറയാവോ എന്താന്ന്? മറ്റൊന്നുമല്ല, ഇറ്റ് ഇൻക്രീസസ് യുവർ ലൈഫ് സ്പാൻ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആയുർദൈർഘ്യം കൂട്ടും. പല പഠനങ്ങളും ഇത് പ്രൂവ് ചെയ്യുന്നു. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ ഈ ഗ്രീൻ ടീ കഴിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ലൈഫ് സ്പാൻ കൂടിയെന്നല്ല. ഗ്രീൻ ടീ കഴിക്കുകയും അതിൻ്റെ ഒപ്പം നല്ലൊരു ജീവിതശൈലി നയിക്കുകയും ചെയ്ത ആളുകളിൽ ഗ്രീൻ ടീ സ്ഥിരമായി കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഇല്ലാത്ത ആളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് പല രോഗങ്ങളിൽ നിന്നുള്ള മോർട്ടാലിറ്റി, വെദർ ഇറ്റ് ഈസ് ക്യാൻസർ, വെദർ ഇറ്റ് ഈസ് ഡയബറ്റീസ്, വെദർ ഇറ്റ് ഈസ് ഫാറ്റി ലിവർ, വെദർ ഇറ്റ് ഈസ് ഒബീസിറ്റി, ഇതിനകത്തൊക്കെ മരണം വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇത്രയും ബെനഫിറ്റുള്ള ഗ്രീൻ ടീ നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. ഗ്രീൻ ടീ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാതിരുന്നാൽ ഈ ഒരു ചർച്ച, ഈ ഒരു ടോക്ക് പൂർണ്ണമാവുകയില്ല. ഗ്രീൻ ടീ കഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഗ്രീൻ ടീ ഇട്ടതിന് ശേഷം വീണ്ടും ബോയിൽ ചെയ്യാൻ പാടില്ല. ബോയിൽ ചെയ്ത വെള്ളത്തിൽ വേണം നമുക്ക് ഗ്രീൻ ടീ ഇടാൻ. എന്നാലാണ് ഇതിനകത്ത് ഫ്ലേവനോയിഡ്സും പോളിഫിനോൾസും അതുപോലെ കാറ്റക്കീൻസൊക്കെ അതിനകത്ത് റിലീസ് ചെയ്യുള്ളൂ. നമ്മളിത് വീണ്ടും ബോയിൽ ചെയ്താൽ ഇത് നഷ്ടപ്പെടും. പോയിന്റ് നമ്പർ 1. 2, ഈ ഗ്രീൻ ടീയുടെ പല സപ്ലിമെൻറ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡോണ്ട് ഗോ വിത്ത് ദ സപ്ലിമെൻറ്റ്. സപ്ലിമെൻറ്റിൽ നമുക്ക് നാച്ചുറലായിട്ട് നമ്മൾ കിട്ടുന്ന നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ് പോലുള്ള ഇത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗോ ബിഹൈൻഡ് ദ നാച്ചുറൽ വൺസ്. 3, അതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രീൻ ടീയുടെ എഫക്റ്റ് കൂടുതൽ കിട്ടാനായിട്ടുള്ളൊരു എളുപ്പ മാർഗ്ഗമാണ് ഇതിൻ്റെ കൂടെ അല്പം നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതും അല്പം ഇഞ്ചി ചതച്ചിടുന്നതും ഇതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടി കൂട്ടാൻ സഹായിക്കും. അപ്പോൾ ഇത്തരം അറിവുള്ളൊരു സാധനമാണ് ഗ്രീൻ ടീ എന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് പഠിക്കുന്നവരെ. ഇപ്പം ഞാൻ നിങ്ങൾക്കും പകർന്നു തന്നു. ഇത് അനേകർക്ക് അറിവിനായി പകർന്നു കൊടുക്കൂ. നല്ലൊരു നാളേക്കായി, ആരോഗ്യമുള്ള കേരളത്തിനായി, ആരോഗ്യമുള്ള ജനതയ്ക്കായി നമുക്കൊരുമിച്ച് മൈൻഡ് മെഡിനൊപ്പം. താങ്ക് യു.